ഡാഗർ ഷമീർ അപ്ഡേറ്റ് ഷമീർ എന്താ അപ്ഡേറ്റ് ചെയ്യാൻ എന്താ ഐഫോൺ സോഫ്റ്റ്വെയർ ഷമീർ അപ്ഡേറ്റ് ചെയ്യാൻ അന്ന് അതിന്റെ മോനെ കുറിച്ച് ഇവിടെ പറയരുത് കേട്ടോ ഞാൻ കാര്യം പറയല ഇത് ബാബാ കളിക്കാം നീ ഇതെങ്ങനെ ഇവിടെ എത്തി നീ ഇത് എന്റെ ചാനലിലുള്ള ആരുവാന്നല്ലോ ഷമീർ എന്താ വരാത്തന്നോ എടാ ഇത് എന്റെ നാട്ടിലെ ഷമീർ നാട്ടിൽ എടാ പോയട്ടാ ഇതെന്താന്ന് ചെക്കന്റെ ലെവലിൽ വെച്ച് ഷമീർ ആരുടെ ലെവലിൽ പോയിട്ടും ഷമീറിന്റെ പേര് സ്പാം ചെയ്യുന്നു മമ്മൂന്റെ ലെവലിൽ ഇന്നലെ ഞാൻ നാട്ട് ആരോ ഇങ്ങനെ പറയുന്നതായിട്ട് എല്ലാവരും ഷമീറിന്റെ പേര് സ്പാം ചെയ്തിട്ട് മമ്മൂന് പ്രീമിയം ഗ്രൂപ്പിൽ വന്ന് തൊപ്പി അങ്ങനെ പറഞ്ഞോ എന്ത് ഗ്രൂപ്പ് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ആവട്ടെ ഇമാര് കൊറേ പൊട്ടന്മാരുണ്ട് തൊപ്പിയുടെ സിറ്റി കയറി എമർജിന്റെ കാര്യം വല്ലതും അറിയണ തൊപ്പ് ഇത് സിറ്റിയിലൊന്നും ഞാനില്ല മനസ്സിലായി ഞാൻ ജി ടി കളിക്കുന്നൊന്നും ഞാൻ ജി ടി കളിച്ച് ശരിയാവില്ല മനസ്സിലാവും ഞാൻ എന്റെ നോർമൽ സ്ട്രീമായിട്ട് തിരിച്ചു വരും I'll be back in a few നീ ഇവിടെ ഉള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ എല്ലാരും കൂടി ഒരു വരവ് ഞാൻ അറിയിച്ചിട്ടില്ല ഞാൻ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല ആരോട് പറയണ്ട നമുക്ക് ഒരു ഷമീർ അമാർജി ഗ്യാങ് ലീവ് ചെയ്തോന്നാ ഇതുവരെ ലീവ് ചെയ്ത് ഞാൻ അറിയാണ്ട് ലീവ് ചെയ്തോന്ന് എനിക്കറിയില്ല ഇതുവരെ ലീവ് ചെയ്തായിട്ട് അറിയില്ല നീയാന്നപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള് എനിക്ക് തോന്നുന്നത് നിജാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട് നിജാനാന്നപ്പോ എനിക്ക് തോന്നുന്നു അമാർജിന്റെ പുതിയ മാനേജ്മെന്റ് നിജാനാന്ന് തോന്നട്ടാ നിജാൻ പറയുന്നത് ഷമീർ അമാർജി ഗ്യാങ് ലീവ് ചെയ്തോന്നാ അപ്പൊ ഇവനാന്ന് എനിക്ക് കാര്യങ്ങൾ നോക്കുന്നതാ എല്ലാരും നിജാൻ പറയുന്നത് കേൾക്കണേ നിജാനാണ് ഇനി അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആള് അവന്റെ പേര് മൈര ഷെയ്ക്ക് ഗേൾ ഫ്രണ്ടോ കേട്ടെ നീ ഉണ്ടോന്ന് ഒരാള് ചോദിച്ചു കേട്ടണോ ആരാ കേട്ടിക്കോ ആരാണെങ്കിൽ കേട്ടിക്കോ അതാരാ ബ്രാഡ്ലി ഗെയിമിംഗ് ബ്രോ എക്സ്പോസ്ഡാ ക്യാ ബ്രോ വാട്ട് എക്സ്പോസ്ഡ് പക്ഷെ ഞങ്ങൾ ഷമീറിന് വേണ്ടിയല്ലേ പറയുന്നത് അതൊന്നും മനസ്സിലാക്കിക്കൂടെ എന്താന്ന് ഞാൻ മനസ്സിലാക്കണ്ട എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ ഓന്റെ വീട്ടിൽ അവൻ വരുന്നില്ല മനസ്സിലായി അവൻ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല ഓൻ അവിടെ എന്തെങ്കിലും തിരക്കായിരിക്കും അതിന് ഞാൻ എന്ത് ചെയ്യണോ ഞാൻ എന്താക്കണ്ട അപ്പൊ കാല് പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും അത് എനക്കൊണ്ട് പറ്റൂല ഞാൻ കാര്യം പറയല അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല ഇത് ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ 2 ആഴ്ച എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ എന്നെ വിളിച്ചിട്ടില്ല എനക്ക് അങ്ങനെ പോയി കാല് പിടിക്കല് ഇതൊന്നും എനക്ക് നടക്കൂല മനസ്സിലാവും ഷമീർ ഇങ്ങോട്ട് വിളിക്കട്ടെ എടാ ഗെയിം സൗണ്ട് ഇല്ലാന്ന് നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ എന്നെ വിളിക്കും സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലേ അപ്പൊ മറ്റങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ എന്നോടല്ല പറയണ്ടത് മനസ്സിലാവും സൗണ്ട് കുറവാണ് എന്നെ വിളിച്ചില്ല 2 ആഴ്ചയായിട്ട് ഫോൺ ഉണ്ടോ എടാ സൗണ്ട് ഉണ്ടോ ഡോൺ എനി ഇഗോ തൊപ്പി പ്ലീസ് കം ബാക്ക് എനക്ക് ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്റെ ലൈഫില് എനക്ക് ഈ ഗ്യാങ് എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു എനിക്ക് അത്രത്തോളം എന്തെങ്കിലും ചെയ്യായിരുന്നു അറിയോ എന്നിട്ട് ഞാൻ എന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഗ്യാങ്ങിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത് അതിൽ ഏറ്റവും മെയിനായിട്ട് വേറെ ആർക്കും കൊടുക്കാത്ത സപ്പോർട്ടാണ് ഞാൻ ഷമീറിന് കൊടുത്തത് അല്ല എന്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റി വെച്ച് സാക്രിഫൈസ് ചെയ്ത് ഓനക്ക് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പുഷ് ചെയ്ത് വേറൊരാൾക്കും അത്രയും പുഷ് ചെയ്യാൻ കൊടുത്തില്ല റാംബോയിൽ ഇപ്പോഴും പറയും മനസ്സിലാ ഒരാൾക്കും ഞാൻ കൊടുത്തില്ല അത്രയും പുഷ് ചെയ്ത് മൊത്തം സാക്രിഫൈസ് ചെയ്ത് ഇറങ്ങി എന്നിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഓനോട് ഈഗോ ആണ് എന്നിട്ട് ഓനോട് ചെയ്തറിയാം തായോളി തന്തയിൽ പറയുന്നില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മനസ്സിലായി എനിക്ക് ഓൻ വന്ന് പറയട്ടെ ഓൻ പറയട്ടെ ഓൻ എപ്പോഴും ചേച്ചി ചെയ്യട്ടെ ഓൻ വന്ന് എന്റെ കാല് പിടിക്കട്ടെ അങ്ങനെയാണ് ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കൂല ഓൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഓക്കെ എന്റെ ലൈഫിൽ എത്രയോ വലിയ വലിയ ചതികളും ബിട്രയൽസും ഞാൻ ഇതായിരുന്നു എന്റെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് അത്രയും വലിയ വലിയ ചതികൾ കിട്ടിയിട്ടുണ്ട് ഞാൻ അതെല്ലാം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലാ പലർക്കും പല രീതിയിലും ഷമീറിന് പോലും പണ്ടെല്ലാം ഷമീർ എന്തെല്ലാം ചെയ്തതിന് എല്ലാം ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട് മനസ്സിലാ പക്ഷെ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ ഇതാവണം മനസ്സിലാ കൂട്ടാക്കണം അല്ലെങ്കിൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മനസ്സിലാ അല്ലാണ്ട് എനക്ക് അങ്ങോട്ട് ഇതാക്കാൻ കഴിയില്ലടാ ഞാൻ അങ്ങനെ എന്നെ ഇങ്ങോട്ട് വിളിക്കണം അല്ലെ ഇങ്ങോട്ട് വരണം മനസ്സിലായി എന്നോട് ഇങ്ങോട്ട് വന്നൊന്നും അല്ലേ സംസാരിച്ച് ഞാൻ ആരോട് എന്ത് തെറ്റും ഞാൻ ക്ഷമിച്ചു കൊടുക്കും പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഇതാക്കാൻ പറ്റില്ല സോറി സായിബാ
ഒരു മിനിറ്റ് എന്റെ മറ്റേ ഫോൺ ഷമീർ ഇല്ലെങ്കിൽ ഓക്കെ, തൊപ്പിയും പറ, ഇല്ലാതെ ഒരു നൈറ്റ് പോലും ഇപ്പൊ സുഖമില്ല, ഒന്ന് ലൈവ് ഗ്യാങ് ലൈവ് എങ്കിലും അവിടെ അങ്ങനെ ഞാൻ ഒരു കാര്യം പറ്റും. ഞാൻ സാധാരണ ഈ ലൈവ് വരുന്നത് എങ്ങനെയുള്ള സമയം അറിയോ? ഞാനിപ്പം ഇവിടെ ഇവന്റെ ലൈവിൽ വന്നിരിക്കുന്ന നോക്കണ്ട, ഇത് എന്റെ ലൈവ് അല്ല, ഇത് ആരും കാണുന്നില്ല, മനസ്സിലായത്? ഞാൻ എനിക്ക് ഇവിടെ വന്നിട്ടിരിക്കാൻ എനിക്ക് ഓക്കെ. പക്ഷെ എന്റെ ചാനലിൽ എനിക്ക് ലൈവ് ഇടുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ളി ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റും. ഇപ്പൊ എനിക്ക് അത് പറ്റൂല, മനസ്സിലാവും? ദ ഫീൽ ഓഫ് ബിട്രയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടൂല, ഒരു സാധനം ഉണ്ടടാ, ഒരു ഊമ്പിയ ഞാൻ അതല്ല, ഞാൻ ഇവന്റെ ചാനലിൽ വന്നിട്ട് ലൈവ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ ചാനലിൽ എനിക്ക് ലൈവ് ചെയ്യണം കിട്ടില്ല, എനിക്ക് മൊത്തം ഇതാണ്, മൊത്തം ഹാപ്പി ആണോ. ഞാൻ ഇപ്പൊ ഹാപ്പി അല്ല, മനസ്സിലായി? ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലാവും? അതെല്ലാം വിട്. കുറെ ആൾക്കാരൊന്ന് ഷമീർ എവിടെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഷമീർ എന്നെ വിളിക്കുവാണെങ്കിൽ കോൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഷമീർ എന്നെ വിളിച്ചിട്ട് ഒരു മാസം അത്ര 2 ആഴ്ച ആയിപ്പോ, 2 ആഴ്ചയായിട്ട് എന്നെ വിളിച്ചിട്ടില്ല, മനസ്സിലാവും? ഊമ്പിത്തരങ്ങളും. എത്ര ആരാടാ തുടങ്ങിയ വേറെന്തെങ്കിലും കളിക്കാ? ലൈവ് ആയിട്ട് 1 മണിക്കൂറും 9 മിനിറ്റും. എവിടെയത്? ലെഫ്റ്റില് താഴെ. സൗണ്ട് ഓക്കെ, ഗെയിം സൗണ്ട് ഓക്കെ.